ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്വീറ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു പ്ലേറ്റോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ശർക്കരയും അതേമാതിരി 2 മുഴുവൻ ശർക്കര വേണം കേട്ടോ. പിന്നെ നമ്മൾ ഉണക്കിയിട്ട് കിട്ടിയപ്പോൾ കുറച്ച് സേമിയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് മുന്നേ മേടിച്ച് വെച്ചതും ഉണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും പാടെ കൂടിയിട്ട് എന്നുവെച്ചാൽ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയും പിന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയും പാടെ മിക്സ് ചെയ്തിട്ടാണ് ഇത്ര ഒരു പ്ലേറ്റോളം വരുന്നത് ഉണ്ടാക്കാനുള്ളത്. കറക്റ്റ് അളവ് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് തീയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് വേവിക്കാനും അതേമാതിരി ശർക്കര അലിഞ്ഞ് അതിൽ ചേരാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഈ 2 പാക്കറ്റിൻ്റെ കുറച്ച് വളരെ പകുതിയോളമൊന്നുമില്ല, ഭാഗത്തോളം വരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പേരാണ് സേമിയപ്പം. ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്വീറ്റും കൂടിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അധികമായിട്ടൊന്നും ഉണ്ടാക്കലില്ല. ആദ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർ താമസിച്ചിരുന്ന സമയത്ത് ഇടയ്ക്കിട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. കാരണം അത് അൽത്താഫിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവനത് ഉണ്ടാക്കാൻ സേമിയോ അവൻ കണ്ടാൽ പറയും നമുക്കത് ഉണ്ടാക്കിയാലോ എന്ന് പറയായിരുന്നു. അപ്പോൾ അങ്ങനെ സേമിയ കണ്ടാൽ അവനത് എന്തായാലും ഉണ്ടാക്കിപ്പിക്കും കേട്ടോ. പിന്നെ അത് ഭയങ്കര ടേസ്റ്റുമാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അത് ഇഷ്ടമാവും ചെയ്യും. അപ്പോൾ അതിലേക്ക് 4 ഏലക്കായ ഇങ്ങനെ പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂണോളം വരുന്ന ഗീയും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിലേക്ക് കുറേയൊന്നും വേണ്ട, കുറച്ചൊക്കെ മതി കേട്ടോ. എന്നിട്ട് ഒരു റൗണ്ടിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റാക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിലോ അതോ ഗീയോ എന്താണെന്ന് വെച്ചാൽ തടവാം. നമ്മൾ ഗീ ആണ് തടവിയിട്ടുള്ളത് കേട്ടോ. കുറച്ചുകൂടി നല്ലത് ഗീ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഓയിലിൻ്റെ മണം ചിലപ്പോൾ ഈ ഒരു ഇതിന് ഇഷ്ടമായെന്ന് ചിലവർക്ക് വരില്ല. ഗീ ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് തടവുന്ന ടൈമിൽ നിലത്ത് ആ ഒരു ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും, ഗീയുടെ ടേസ്റ്റ് അതിൻ്റെ അടിയിൽ കിട്ടും. അല്ലെങ്കിൽ ഒരു ഓയിലിൻ്റെ ഇങ്ങനെ ഒരു കയ്യിലൊക്കെ ഒരുമാതിരി വഴുവഴുപ്പേക്കാരം കേട്ടോ. ഗീ ആകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇത് ആ ഒരു ശർക്കര നല്ല രീതിക്ക് എന്ത് ചെയ്യുക, മെൽറ്റായിട്ട് ഈ ഒരു സേമിയക്ക് അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കുറച്ച് എള്ള്, അത് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ നമ്മൾ തടവി വെച്ച ഗീയോ അല്ലെങ്കിൽ ഓയിൽ തേച്ചോ തടവി വെച്ച നമ്മളെ പാത്രത്തിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി അതിലത്തെ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റണ വരെ വെക്കണം. നമ്മൾ സേമിയവും ഫസ്റ്റ് നമ്മളൊരു ചട്ടിയിൽ സേമിയവും അതേമാതിരി ശർക്കരയും ഇട്ടിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ, 1 കപ്പോളം. എന്നിട്ട് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം കൂടിയാണ് ഇത്. ഇതിനെ സേമിയപ്പം എന്നാണ് പറയാറ് കേട്ടോ. അങ്ങനെ ഇത് കണ്ടിട്ട് എല്ലാവരും വന്നിങ്ങനെ എത്തിയൊക്കെ നോക്കി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. ഇത് അവർ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്കത് ഓർമ്മയില്ല കഴിച്ചത്. ഇത് ആ അപ്പല്ലേ എന്നാണ് യഹാദ് വന്ന് ചോദിച്ചു. ഈ ഇതിനെ കണ്ടിട്ട് ഇത് ആ അപ്പല്ലേ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാലൊക്കെ തിളച്ചു, ചായയാണ് വെച്ചത് കേട്ടോ, പാൽ ചായയാണ് വെച്ചത്. എന്നിട്ട് നമ്മൾ ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പ്ലേറ്റിലേക്കും അങ്ങനെ മാറ്റി കൊടുക്കും. അപ്പോൾ ചായപ്പൊടി അത് ഒന്ന് അരിപ്പയിൽ വെച്ച് അരിച്ചിട്ട് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3 ഗ്ലാസോളം വരുന്ന ചായ വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ ഈ ഒരു ഇതിന്ന് മാറ്റിയിട്ട് വേറൊരു ഇതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുമ്മ ചൂടല്ലേ, അതുകൊണ്ടാണ് വേറെ ഇതിലേക്ക് വെച്ചത് കേട്ടോ. ഈ പാത്രത്തിലേക്ക് വെക്കുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അല്ല, ഈ പാത്രത്തിലല്ല, ആ ഒരു ചെറിയ പാത്രത്തിലേക്ക്
വെക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചൂടാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇത് എല്ലാവരും എന്താണ് മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടതിലൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം. അങ്ങനെ ആ ഒരു ചെറിയ പാത്രത്തിലേക്ക് കുട്ടികൾക്കുള്ളത് മാറ്റി വെച്ചു. ഈ ചൂടുള്ളത് വലിയവർക്കും വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗായ്സ്, അങ്ങനെ അതാ നമ്മളിത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വേണമെങ്കിൽ നേരം വെക്കാം കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി. സെറ്റ് ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും വലുതായതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞ് പോരുന്നത് കേട്ടോ. ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ മാത്രമാണ്. അവരെല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.